നമസ്കാരം. ഭീമ ജുവല്ലേഴ്സ് ഓ മൈ ഗോഡ് പവർ ബൈ കമിലാരിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇടിവെട്ട് എപ്പിസോഡാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എത്ര പേർക്ക് ഇടി കിട്ടും എന്നെനിക്ക് ഒരു പിടിയുമില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്താവില്ലേ നമ്മൾ ഇന്നത്തെ ഒരു പ്ലാൻ? അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയൊക്കെ എടുത്തിട്ട് ഫൈനാൻസ് ഒക്കെ മുടങ്ങിയിട്ട് ഒരുപാട് പേര് സി സി ഒക്കെ പിടിച്ചോണ്ട് പോകാറില്ലേ? അല്ല, വണ്ടി ഉണ്ടെങ്കിലേ പോകും. സൈക്കിളിൽ ആരെങ്കിലും സി സി കൊടുക്കൂടെ? ഓക്കെ, അപ്പോൾ ഈ വണ്ടിയൊക്കെ സി സി മുടങ്ങിയിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാനും ഉണ്ണിയും വണ്ടി സി സി പിടിക്കുന്ന ആൾക്കാരായിട്ടാണ് ഗുണ്ടകൾ. അപ്പോൾ റിമി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓഫീസിന്റെ ഏതാണ് ഏരിയ മാനേജർ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളൊരു വണ്ടി പിടിച്ചിട്ട് അവരെ ഇടിമേടിക്കാനുള്ള സെറ്റപ്പാണ്. അപ്പോൾ ബാക്കി ആരൊക്കെയാണെന്ന് റിമി പറഞ്ഞു. മേരി എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി ഉണ്ട്, അവർക്കാണ് നമ്മൾ ഈ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന ഒരാൾ മേരിയുടെ ഒരുപാട് കാലത്തെ ഫ്രണ്ട് ആയിട്ടുള്ള സോണിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ സോണിയാണ് നമ്മുടെ കമ്പനിയിൽ നിന്നും ഫൈനാൻസ് എടുത്തിട്ട് അതിൻ്റെ EMI ഒന്നും അടയ്ക്കാതെ കുറേ ഇൻട്രസ്റ്റ് ഒക്കെ ആയി ആ വണ്ടി പിടിച്ചെടുക്കാൻ വേണ്ടി ഇവർ ഒരു പ്രൈവറ്റ് ഏജൻസിയാണ്. അപ്പോൾ ഇവർക്കാണ് നമ്മൾ അതിനുള്ള ഒരു റൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവർ പോയി അവർ അറ്റാക്ക് ചെയ്യുന്നു. പിന്നെ എന്തൊക്കെയാ സംഭവിക്കാൻ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ കുറച്ച് സമയം അങ്ങോട്ട് മാറി നിൽക്കുവാണ്, കാരണം അവരുടെ വണ്ടി വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഉടനെ തന്നെ അവരെത്തും. അത് കഴിഞ്ഞിട്ട് നന്നായി പെരുമാറണം കേട്ടോ. സ്ത്രീകളാണ്, ഇടി വാങ്ങിക്കാതെ നോക്കിക്കോളണം. ലെറ്റ്സ് സീ എന്താ സംഭവിക്കാന്നുള്ളത് കാണണം. ഗ്ലാസ് നോക്കൂ, ഗ്ലാസ് ഒന്ന് താക്കൂ. ഒന്ന് ഇറങ്ങിക്കൊണ്ടാ കൊള്ളായിരുന്നു. മേഡം ഒന്ന് ഇറങ്ങാവോ? ആ, ഇറങ്ങിക്കോ. മേഡം, ഞങ്ങളിത് ഫൈനാൻസ് മുടങ്ങി കിടക്കുന്ന വണ്ടിയാണ്. മേഡം ഒന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് ഇറങ്ങി നിന്നിട്ട് സംസാരിക്കാം, ഞങ്ങൾക്ക് സമയമില്ല, അതുകൊണ്ടാണ്. ഒന്ന് ഇറങ്ങി നിന്നിട്ട് സംസാരിക്കാം. ഇറങ്ങി നിന്നിട്ട് വിളിച്ചോളൂ, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് പോകണം. അതന്നെ ഇറങ്ങി ഇറങ്ങി നിന്നിട്ട് പുള്ളിയെ വിളിച്ചോളൂ. ഫൈനാൻസ് മുടങ്ങി കിടക്കുന്ന വണ്ടിയാണ്. ഫൈനാൻസ് മുടങ്ങി കിടക്കുന്ന വണ്ടിയാണ്. അതെ അതെ അതെ. ഞങ്ങൾ മുളിമൂട്ടിൽ ഫൈനാൻസ്. ഞങ്ങൾക്ക് ഇതിന്റെ പൈസ അറൗണ്ട് 2,50,000. മേഡം ഒന്ന് ഇറങ്ങി തന്നായിരുന്നു. അല്ല, ഞങ്ങൾക്ക് പിന്നെ മേഡത്തിന് പ്രശ്നമില്ലല്ലോ, ഇറങ്ങിക്കോളൂ. ഞങ്ങൾക്ക് വണ്ടി കൊണ്ട് പോകണ്ടേ? ആ മേഡം നമസ്കാരം, ഞങ്ങൾ ഫൈനാൻസിൽ നിന്നാണ്. വണ്ടിയുടെ സീസൺ മുടങ്ങി കിടക്കാണ്. വേണം എത്ര തവണ വിളിച്ചു? ഇല്ലല്ല, 2,50,000. 2,00,000. എന്ത് പേപ്പർ കാണിച്ചിട്ട് കാര്യമില്ല, നമുക്ക് അവിടെ നിന്നുള്ള റിപ്പോർട്ടാണ്. നമുക്ക് 5 മണിക്ക് മുമ്പ് വണ്ടി അവിടെ എത്തിക്കണം ഓഫീസിൽ. ഇംഗ്ലീഷൊക്കെ പുറത്തുനിന്ന് സംസാരിച്ചൂടെ? നമുക്ക് വണ്ടി എടുക്കണം, സമയമില്ലാത്തതുകൊണ്ടാണ്. മനസ്സിലായി? നമുക്ക് ഇതേപോലെ അതെന്താ പൈസ വാങ്ങിച്ചു? ഞങ്ങളുടെ ID കാർഡ് എന്തിനാ? ഞങ്ങളുടെ ID കാർഡ് കാണിക്കുന്നതിന് ഞങ്ങളുടെ ID കാർഡ് കാണിക്കുന്നത്. അമ്മച്ചി നിങ്ങളൊന്ന് വെളിയിലോട്ട് വരും. ഞാൻ നിന്റെ അമ്മച്ചിയല്ല. ചേച്ചി ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി. അപ്പൊ ആന്റി ഒന്ന് വെളിയിലോട്ട് ഇറങ്ങും. ഇപ്പൊ ഞാൻ ഇറങ്ങണമെങ്കിൽ ഞാൻ തീരുമാനിക്കാം. ആദ്യം നിങ്ങൾ ഒരു ID പ്രൂഫ് കാണിക്കുക. ID പ്രൂഫ് നമുക്ക് വണ്ടി CC മുടങ്ങി കിടക്കുകയാണ്. ഓഫീസിൽ ചെന്നാൽ മതിയല്ലോ. വണ്ടി CC കിടക്കുന്നുണ്ടോ? I call Transact. ഞങ്ങൾ ഒരു ഫിനാൻസിൽ നിന്നാണ്. മേഡമായിട്ട് സംസാരിച്ചോളൂ. ഇല്ല മേഡം, 2,50,000 രൂപ ബാലൻസ്. പേപ്പേഴ്സ് മേഡത്തിൻ്റെ ഉണ്ടല്ലോ. ഞങ്ങൾ നമ്മുടെ ശരി, നിങ്ങളുടെ ഇത് നിങ്ങളുടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മേഡം സംസാരിക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചത്, നിങ്ങൾ
ഞാൻ ഒരു കാര്യം ചോട്ടെ ഞങ്ങള് No, you call the cops. Yes? 100. ഒരു മിനിറ്റ് വെയിറ്റ് No, don't. 100, 108. Just call. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും No, വേണം no, don't wait for Madam, it. Just call. ഒരു Taken the car key. Just call. മേഡം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും ഒരു കാര്യം അറിയോ, നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റത്തില്ല, അതറിയോ? ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ കാർ ഒന്നും എടുക്കാൻ പറ്റില്ല, അതറിയോ? നിങ്ങൾ പോയി കോർട്ടിൽ നിന്ന് ഡോക്യുമെന്റ് എടുത്തോണ്ട് വന്നാൽ നമ്മുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടാണ് സാർ അതന്നെ, അതുകൊണ്ട് അത് ശരിയാവില്ല. He's opening the door of the car and all ഇത് that. നിങ്ങളുടെ കയ്യിലല്ല. ഇത് നമുക്ക് ഇത് നിങ്ങൾ ഈ പരിപാടി വേണ്ട. He doesn't know you. He doesn't know you. സാറേ ഇത് ഞങ്ങൾ ഓഫീസിൽ നിന്ന് വരുന്നതാണ്. നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ഈ പരിപാടി നമ്മുടെ അല്ല ഞങ്ങളുടെ മാഡം മാഡത്തിന് കോർട്ടിൽ വന്ന് പറയാൻ പറ. അത് നിങ്ങൾ നിങ്ങളെ ID card പോലും ഇല്ലാണ്ട് ഈ ആവശ്യമില്ല. ഐ ഡി കാർഡ് ഉണ്ട് മാഡം. അല്ല സാർ ഐ ഡി കാർഡ് ഉണ്ട് ചേട്ടാ, ഐ ഡി കാർഡ് ഉണ്ട്. ഐ ഡി കാർഡിലെന്ന് ആരാ പറഞ്ഞത്? എവിടെ കാണിക്കേ നിന്റെ ഇതന്നത് That is ID card. ഇലക്ഷനോ? നിങ്ങൾ ഏത് കമ്പനിന്റെ? അല്ല ഐ ഡി കാർഡ് മേഡത്തിനറിയാം, അത് മേഡത്തിനറിയാം ഏത് കമ്പനിയാണ്. പൈസ എടുത്ത മേഡത്തിനറിയാം ഏത് കമ്പനി എന്നാണ്. മാഡം നിങ്ങൾ നിങ്ങൾ ഇറങ്ങണം. പറ്റില്ല. മേഡം നിങ്ങൾ ഇറങ്ങണം. എന്നോട് എന്റെ ഹസ്ബൻഡ് പറയുന്ന പോലെ ഞാൻ ചെയ്യും. ചേടാ ചേട്ടാ, ഇതെന്ത് കഷ്ടം. ഇല്ല മാഡം, ആ മാഡം അല്ല നിങ്ങൾ ഇതുവരെ ക്ലിയർ ചെയ്തു. മാഡം ഇത് കാറാണ് സംസാരിക്കും. ഫൈനാൻസ് മാഡം നിങ്ങൾ ഇറങ്ങും, ഞങ്ങൾക്ക് കാർ കൊണ്ടുപോകേണ്ട. എടാ, ഇറങ്ങി നിന്നോളൂ. ആണോ? സോണി ഞാൻ ഇറങ്ങി ആ പേര് മാത്രമേ അറിയൂ, സോണിന്ന്. അവിടെ ചോദിച്ചു. Let's do one thing. This സോണി that ഈ lady, മേഡം. she talked to that guy. Okay. ഓക്കെ മേഡം, ഞാൻ ബ്രാഞ്ചിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ He said, "Come, we'll go in my car. They'll bring the car." ആ മലയാളത്തിൽ പറയാൻ നമുക്ക് കൂടെ മനസ്സിലായി. ഫുൾ ഇംഗ്ലീഷ് അല്ലേ? മാഡം എനിക്കിപ്പോ ഒരു പേപ്പർ എങ്ങാണ്ടോ കിട്ടാനുണ്ടെന്ന് എങ്ങാണ്ട് അല്ല പറഞ്ഞു. ആക്ച്വലി ഞങ്ങൾ പേപ്പർ മേഡത്തിന്റെ അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതവിടെ റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അതിനുള്ള എവിഡൻസും ഉണ്ട്. ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് വല്ലതും ആയിരിക്കും. അല്ല അത് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു എവിഡൻസ് നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയാ ഞങ്ങൾ ആക്ച്വലി അതിനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഞങ്ങൾ അയച്ചായിരുന്നു. ഇപ്പൊ ഈ വണ്ടി നിങ്ങളുടെ കൈ തന്നു വരാൻ പറ്റത്തില്ല. At least ആ paper അത് എന്താണെന്നറിയോ സർ, മാഡം ഞങ്ങളുടെ കമ്പനി ആക്ച്വലി ഇതുപോലുള്ള ഏജൻസീസിനാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്ത്രീകളായതുകൊണ്ട് ഞാനിവിടെ ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നേ ഉള്ളൂ. സോ ആക്ച്വലി ഒരു 2.5 ലക്ഷം രൂപയാണ് നമുക്കിത് ക്ലോസ് ചെയ്യാനായിട്ടുള്ളത്. ഞങ്ങളുടെ ഒരു ഫിനാൻസ് കമ്പനിയാണ്, ഒരു പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയാണ്. സോ ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ ഒരു ലൈബിലിറ്റി കുറച്ച് നാളായി നിൽക്കുന്നത്. Documents to your office. സത്യം പറയാൻ യാ ഷുവർ, അത് ആക്ച്വലി നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ മാഡം. That's what he said. He'll get the papers across. ഇത് ഹസ്ബൻഡ് ഹസ്ബൻഡ് ആണ് എന്റെ. മാഡം അതെ തമാശയൊക്കെ പിന്നെ അല്ല മാഡം, ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് നല്ല തമാശയാണ് തോന്നുന്നത്. നമുക്ക് തമാശയൊന്നുമില്ല. ആക്ച്വലി മാഡം ഈ പേയ്മെന്റ് ഇത്രയും ദിവസം ഒരു ഡ്യൂ വന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ എടുക്കേണ്ടി വന്നത്. സോ നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കാം. 5 മണിക്ക് മുമ്പ് എത്തും. മാഡം? ആ കീ തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാമായിരുന്നു. ടൈം വളരെ പ്രഷ്യസ് ആണ്, നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപോലെ. എനിക്ക് നേരെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഇത് ആക്ച്വലി ഇവർക്ക് ഇതാണ് നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോ ടാർഗറ്റ്സ് ഉണ്ടായിരിക്കും ഇതുപോലെയുള്ള. അപ്പോൾ ഈ പോളിസീസ് അടയ്ക്കാത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് പേയ്മെന്റ് പെൻഡിങ് നിൽക്കുന്നവരെ നമ്മൾ ഇവർക്ക് ലിസ്റ്റ് കൊടുക്കും. ഇല്ല, ഞങ്ങൾ ഇങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുള്ള ആളുകളല്ല. ഞങ്ങൾ വളരെ അല്ല അങ്ങനെയല്ല മാഡം പറഞ്ഞത്. നമ്മള് കാറിൽ നിന്ന് ഇറങ്ങാനേ പറയുന്നത്. നമ്മുടെ രീതി എങ്ങനെയാണ്? പിന്നെ സ്ത്രീകളല്ലായിരുന്നു. ഇവർക്ക് എങ്ങനെ അറിയാം സ്ത്രീകൾ? സാർ ഉണ്ടായിരുന്നില്ലേ? No, I had to call my husband. He's a lawyer. Let me tell you, if anyone wants to be screwed, no, he'll screw you all. മാഡം അതല്ല I don't need to talk in Malayalam to make you feel better. actually madam, excuse me. That's your problem. It's okay madam, it's okay. But this is not the way to behave. Two strange women in the car. Madam, what is this rubbish? മാഡം കം ഔട്ട് എന്ന് പറഞ്ഞു. There's a way to talk. There's a way to അങ്ങനെയാണോ talk. ചെയ്തത്? സോ അതിന് ഞാൻ നിങ്ങളോട് സോറി പറയാം. No, if I wanted to file a harassment case, അല്ല മാഡം ഇങ്ങനെ no, I can do it. Sure, definitely I can. No, sure, I can I need your understand that. permission. I can understand your feeling, You ma'am. don't understand. Your feelings എനിക്ക് മനസ്സിലാവും. Please, I have no feelings towards you or your people. ഞങ്ങൾക്ക് വിഷയം മാഡവുമായിട്ടില്ലല്ലോ. But the problem I is have this is talked not the with way her. it's done. Okay. This is not the way it's done. Excuse me. ഞങ്ങൾക്ക് മാഡവുമായിട്ടാണ് ഈ ഒരു ബിസിനസ് ഡീൽ ഉള്ളത്. സോ നമുക്ക് ഇവരെ ഇതിനകത്ത് ഇവരുടെ കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായിട്ടില്ല.
സോ അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്ന കാര്യമാണ്. So you have sent a team to take over a vehicle without actually one sec. I want to finish talking. Without a single paper. They don't have an So madam, identification. actually this is They a don't regular have- procedure. No, they are coming. Two strangers on the road. Two madam, gundas. excuse can me. just come So and are you take gundas? any card. അങ്ങനെയൊന്നും പറയല്ല No, so madam. where is their identification? Where is their visiting Identification card? actually Where അതാണ് is ഞാനിപ്പോ their ഇങ്ങോട്ട് വന്നത്. paper? Where is their paper saying you പേപ്പേഴ്സ് haven't ആക്ച്വലി paid? ഞങ്ങൾ അവർക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. Then they should have the papers. On what basis? അല്ല നമുക്ക് അവിടുന്ന് ഡീറ്റെയിൽ നമ്മുടെ കാറിന് മാഡത്തിന് അറിയാം ആക്ച്വലി. ഞാൻ ഇവിടെ വേറൊരു പർപ്പസിന് വേണ്ടി വന്നതാണ്. സോ ഇന്ന് സാറ്റർഡേ ആണ് ആക്ച്വലി. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട. I can understand. These two are looking for those cars. അതെ, അവരുടെ കയ്യിൽ വേണ്ട മാഡം. അവർക്ക് ആക്ച്വലി വണ്ടിയുടെ ഒരു ഡീറ്റെയിൽസ് അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. മാഡം ഇങ്ങനെ ഫോട്ടോ അല്ല ചാവി വേണം. ഹലോ എന്താ നിങ്ങൾ ഈ ചെയ്യുന്നത്? ഫോട്ടോ എടുക്കാൻ എന്താ നമ്മള് സോണി മാഡം ഫൈനൽ ഡിസിഷൻ. ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ വിളിച്ചു. ഞാൻ സെൻട്രൽ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആള് വരും. ആവശ്യമില്ല. ഞങ്ങള് I have to take proof. I have to take proof of who you all are. ഇത് സ്ഥലം ഏതാടാ? സ്ഥലം ഏതാ? Visiting card to show you. Telling me. അതാ ഞങ്ങള് പനമ്പള്ളി നാടുണ്ടോ? മോളെ അവര് I can understand feelings, madam. എനിക്ക് മനസ്സിലായി. നീ എവിടെയും നിൽക്കടാ. ഞാനൊരു മാഡം പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് മാഡം ഒരു second. അല്ല മാഡം, എനിക്ക് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാവോ? ഫൈനൽ ഡിസിഷൻ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാവോ പ്ലീസ്? You cannot give the car. I cannot give the car. മാഡം അങ്ങനെ പറയില്ല മാഡം. നമുക്കൊരു 2:30 ആവുമ്പോഴേക്കും അത് ക്ലോസ് ചെയ്യണം. മാഡം ഞാനൊരു കാര്യം പറയട്ടെ പ്ലീസ്. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കും മാഡം പ്ലീസ്. ഞാനൊന്ന് ഒരു കാര്യം പറയട്ടെ. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കും പ്ലീസ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് മലയാളത്തിൽ പറയാം, ഒന്ന് മനസ്സിലാവട്ടെ. ഇവർക്ക് ആക്ച്വലി ഇത് ഇൻഫർമേഷൻ കൊടുത്തിട്ട് കുറച്ച് ദിവസമായി. ഞങ്ങൾക്ക് ആക്ച്വലി 2:30 ആവുമ്പോഴേക്കും ഈ ഫയൽ ക്ലോസ് ചെയ്യണം മാഡം. ഒരാഴ്ചയിൽ കൂടുതലായി ആക്ച്വലി. എന്ത് വണ്ടി കിട്ടും നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ കാറും കൊണ്ട് പോകും വന്നു കഴിഞ്ഞാൽ കേട്ടോ. ഫയൽ ക്ലോസ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവും. Sorry, don't give me timing. ചേച്ചി We have 2:30 deadline. It's in. How did they know Sony is coming to Panampally Nagar? മാഡം ഇനി അവരോട് ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണ്ടോ? നീ ഒരു കാര്യം ചെയ്യ്. വണ്ടി ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണ്ടോ? സോറി സർ, ഞങ്ങൾക്ക് ഇത് കീയുണ്ടോ? വെക്കം കയറിയിട്ട് വണ്ടി എടുക്കാം. So you're working for ഉള്ളമൂട്ടൽ ഫിനാൻസസ്. He told us something. ഉള്ളമൂട്ടൽ ഫിനാൻസസ് ഞങ്ങൾ ഉള്ളൂക്കാരൻ ബ്രാഞ്ച്. അല്ല ചേട്ടൻ ഇവരുടെ ഒരു ഓട്ടോ ഡ്രൈവർ വന്നിട്ട് ഓക്കെ സുഖലാൽ. ഇത് ആക്ച്വലി ഇവർ ഈ 2.5 ലക്ഷം രൂപ പെൻഡിങ് നിൽക്കുന്നതാണ്. 2.5 ലക്ഷം രൂപ എല്ലാം അടയ്ക്കാത്ത എമൗണ്ട്. സാർ ഒന്ന് ചിന്തിച്ചു നോക്കും. പേപ്പേഴ്സ് ആക്ച്വലി ഞങ്ങൾ അയച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ആ കീ തന്നാൽ ഞങ്ങൾക്ക് എളുപ്പം പോവാം. ഏത് പേപ്പർ മാഡം ചോദിക്കുന്നത്? ഓൾറെഡി അല്ല മിസ്റ്റർ സുഖലാൽ, ഒരു കാര്യം മനസ്സിലാക്കും. ഞങ്ങൾ ഇവരുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ത്രൂ ഇവർക്കുള്ള ഡീറ്റെയിൽസ് എല്ലാം അയച്ചിട്ടുണ്ട്. ഇവരത് റിസീവ് ചെയ്തെന്നുള്ളത് ഇവരുടെ അഡ്രസ്സിലേക്ക്. സാർ അതെന്റെ ബ്രാഞ്ചിലല്ലേ ഇരിക്കുന്നേ. ഹലോ, പുള്ളി എന്നെ ഇപ്പം വിളിച്ചു. മാഡത്തിന്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിച്ചിട്ട് മാഡം കേറിക്കോട്ടെ. നിങ്ങൾ വണ്ടിക്കകത്ത് കയറിക്കോളൂ. ഇല്ല ഒന്നും പറ്റത്തില്ല. ഇനി അങ്ങനെ ഇതൊന്നും സംസാരിക്കുന്നുണ്ട്. എത്ര നേരം ഞങ്ങൾ പറയുന്നത് താക്കോല് നിങ്ങൾ താക്കോല് അങ്ങ് പോണം. മാഡം ഇത്രയും നേരം നമ്മൾ നല്ല ഡീസന്റ് ആയിട്ട് സംസാരിച്ചു. നമ്മുടെ ഒരു ഓഫീസേഴ്സ് എന്ന രീതിയിൽ ഞങ്ങൾക്ക് എങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റും? വിളി എന്തോ ഇംഗ്ലീഷിൽ പറഞ്ഞെന്തോ അത് പറഞ്ഞിട്ട് നമ്മുടെ വിളിച്ചതിന്റെ നമ്പറാണ് മാഡം അത് ചോദിച്ചത്. വണ്ടിക്കകത്ത് ഓണർ നമ്പർ അവിടെ ചെന്നാൽ കാര്യമായിട്ട് സംസാരിച്ചു. ഇത് നമുക്ക് വളരെ കൂളായിട്ട് ക്ലോസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. See, he's a lawyer. He's a We lawyer. don't want to make an issue. സാറേ നമുക്ക് അങ്ങനെ നമ്മള് He's a lawyer. I will trust. ഞാൻ ഇതിനു വേണ്ടി വന്ന ഒരാളാണ്. ഇവർ ആക്ച്വലി ഇവർക്ക് ഇതിന്റെ ഏജൻസിയാണ് മാഡം. അപ്പൊ ഇവരുടെ അടുത്ത് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. ബ്ലാക്ക് കളർ വണ്ടി. ഇങ്ങനത്തെ ഇഷ്യൂസ് ഞങ്ങൾ സോൾവ് ചെയ്തതാണ്. എക്സ്ക്യൂസ് മീ സോണി മാഡം, ആ കീ തന്നാൽ ഞങ്ങൾക്ക് ഇറങ്ങാമായിരുന്നു. ഹലോ, ആ കീ തന്നാൽ ഞങ്ങൾക്ക് ഇറങ്ങാമായിരുന്നു. ചേച്ചിന്റെ ചേച്ചിക്ക് മാഡം ആ കീ തന്നാൽ ഞങ്ങൾക്ക് പോണ്ടേ? അല്ല നമുക്ക് സമയമില്ല. ഇപ്പൊ വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണോ? ഇങ്ങനെ വീഡിയോ എടുക്കാൻ വണ്ടി Video
ഇല്ല. വണ്ടി കയറി ഉപദ്രവമാ. എനിക്ക് വിമൻസ് റൈറ്റ്സിനെ കുറിച്ച് ഒത്തിരി അറിയാം. അതറിഞ്ഞോട്ടെ മേഡം, പക്ഷെ പ്രാക്ടിക്കൽ ആക്കുന്നത് എന്റെ അടുത്ത് കളിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒരാളെ നമ്മള് ഭീഷണിപ്പെടുത്തിയിട്ടില്ലല്ലോ. ക്രിക്കറ്റ് കളിക്കാനൊന്നും വന്നതല്ല. Excuse me. ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ മേഡം ഞങ്ങളുടെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തു. അതെ, അത് എന്ത് റൈറ്റ്സ് ആണ്? അതെന്ത് റൈറ്റ്സ് ആണ്? അനുവാദം ഇല്ലാണ്ട് ആ. ഒരു വണ്ടിയുടെ കാറിന്റെ കാറിന്റെ അനുവാദമല്ല. ഒരു പോലും അനുവാദമല്ല. അറിയോ? യെസ് മേഡം. You don't know it. എനിക്ക് You don't know your laws. അതിപ്പോ എന്തിനെ പ്രഷറൈസ് I'm sorry. എന്തിനെ You do not have the right to open a car door. അമ്മച്ചി അമ്മച്ചി ഹലോ അമ്മച്ചി 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 എക്സ്ക്യൂസ് മീ. അമ്മച്ചി 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 വരി. ഹലോ ഹലോ ആ ചേച്ചി ചേച്ചി അമ്മച്ചീന്ന് വിളിച്ചപ്പോ ഇത് ഇനി ഒരു മിനിറ്റ് നന്നായിട്ട് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ- നില്ല്. ഞങ്ങളുടെ എല്ലാ ടീം മെമ്പേഴ്സും അതിനകത്തുണ്ട്. ഹാപ്പി ആയില്ലേ? വെരി ഗുഡ്. ഇത് Get them to come. ഇത് കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. ഓക്കെ So 3 cheers to women. Don't stand up for any nonsense anywhere. ഇനി ഒരു അക്ഷരം മിണ്ടി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, എന്തായാലും സ്ത്രീകളുടെ ഒരു ശക്തി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് ഒരുപാട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന് ഞാൻ എന്തായാലും ഒരു കൈയടി കൊടുത്തേ പറ്റൂ. അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ത് പ്രശ്നം വന്നാലും ഒരുമിച്ച് നിൽക്കുന്നുള്ളത്. ഈ കൂടെ ഒന്ന് പിടിച്ച് പിടിച്ചോ, അതാ നല്ലത്. ഇത് സോണി, ഇത് ഞങ്ങളുടെ ഇത് പ്രിയയാണ്. അപ്പോൾ ആക്ച്വലി സോണിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാനിലേക്ക് ഇതുപോലെ ഒരാളെ കൊണ്ടുതന്നത്. സോണി, യു ക്യാൻ സ്ട്രൈക്ക് റൈറ്റ് നൗ. എങ്ങനെയാണ് ഈ ഒരു പ്ലാൻ ഉണ്ടായത്? പർട്ടിക്കുലർ ഒന്ന് ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ വന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഒരാൾ ഇവിടെ ഇല്ല. ഐ റിയലി മിസ് യു അശ്വിനി. ഓക്കെ, നന്നായി നന്നായി. അശ്വിനി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു കോണം തന്നെ ആയിരുന്നു. അപ്പോൾ മേരി ചെന്നൈയിൽ നിന്ന് വന്നു എന്ന് എനിക്കറിയായിരുന്നു. ഇപ്പോൾ ഇവിടെ ആയിരുന്നു ആള്. കല്യാണം കഴിച്ച് ചെന്നൈയിലേക്ക് പോയി വിട്ടുപോയി. നല്ല കാര്യം. ഫ്രീ ആണെങ്കിൽ ഒരു വേൾഡ് ടൂർ കഴിഞ്ഞിട്ട് മാഡം തിരിച്ചു വന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ ആവട്ടെ എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ആക്ച്വലി വർക്കിന്റെ ഇടയ്ക്കായിരുന്നു. അപ്പോൾ സോണി പറഞ്ഞു ഷി വാണ്ട്സ് ടു കം ആൻഡ് സീ മീ. സോ ഐ എം ഓൾവേസ് ഹാപ്പി ടു മീറ്റ് മൈ ഫ്രണ്ട്സ്. കുറേ നാളായി സോണിനെ കണ്ടിട്ട്. സോ I said come over. ഓഫീസിലേക്ക് വന്നു. We can talk there എന്ന് പറഞ്ഞു. She said she wants to tell me something. I thought maybe she's in some problem or she needs some help or advice or something. അങ്ങനെ വന്നിട്ട് she said നമുക്ക് ഒരാളെ പോയി മീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഓഫീസിലുണ്ടായിരുന്നു, എൻ്റെ ബിസിനസ് പാർട്ട്ണർ ഉണ്ടായിരുന്നു. അവരോട് എല്ലാവരും പറഞ്ഞു ഞാൻ പോവാണ്, ഐ എം ഗോയിങ് വിത്ത് സോണി. സോ വി വെന്റ് ആൻഡ് പിക്ക്ഡ് അപ്പ് പ്രിയ ഓൾസോ and came here. So she said മീറ്റ് ചെയ്യേണ്ട ആള് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ we had this thing, why are we meeting here under the tree? വഴിത്തിരിവിൽ അല്ല, എല്ലായിടത്തും മഴയാണോ വെയിലാണോ എന്ന് പറയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് If we have to meet somebody, we meet in a coffee shop, not under the tree. ചെന്നൈയിൽ ഇത്രയും ദൂരം വന്നിട്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് തരാൻ പറ്റിയല്ലോ സോണിക്ക്. അപ്പോൾ ഇത് ലൈഫിൽ എന്തായാലും മറക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വക, Oh my God, ടീമിന്റെ വക ഒരു ഗിഫ്റ്റ് തരുവാണേ. Thank you so much for watching. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. Oh my God! 3 cheers to women. Oh my God.